Hello friends, now we will talk about cashback credit card. Recently, time famous cashback credit card. Already famous cashback card market already available. Amazon Icici card, Sbi Cashback card, Flipkart and Axis Bank card. Now, we will discuss Axis Bank and Ace credit card. Ace credit card bank demand card. Video card benefit fees details. Lifetime free eligibility criteria offers capping monthly cashback purchase cashback recently Axis Bank and Ace credit card actually stop permanently temporary purpose stop recently launch discuss experience cashback card recently made to be Sbi Cashback card. Video apply description and referral link Ace credit card details actually a cashback card entry level credit card Axis Bank joint fees manual fees plus GST actually joint fees waive off card spend actually annual charge waive off spend way off the come actually lifetime free card to be annual fees mostly joint fees way off and mostly huge amount transactions credit card through easily achieve offers the Google Pay tie up with the card. Google Pay Google Pay cash page and bills recharges gas utility bills broadband bill recharge gas bill actually Google Pay through card through cashback. Benefit capping benefit to come to cashback through. Swiggy Zomato Swiggy Zomato 4% cashback actually cash capping പിന്നെ ബാക്കി എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 2% കിട്ടും. അപ്പോൾ അവിടെയാണ് നമുക്ക് ശരിക്കും ഒരു ബെനിഫിറ്റ് വരുന്നത്. ബാക്കി എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 2% കിട്ടുന്നുണ്ട്. നോർമലി ബാക്കി എല്ലാ കാർഡുകൾക്കും ഇപ്പോൾ ഞാൻ കാണിച്ചത് നമ്മുടെ SBI കാർഡ് ആയാലും ക്യാഷ്ബാക്ക് കാർഡ് ആയാലും Amazon Icici കാർഡ് ആയാലും ഫ്ലിപ്കാർട്ടിൽ 1.5% ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 2% എന്ന് പറയുന്നത് നമ്മുടെ ഈ Ace കാർഡിലാണ്. അതാണ് ഇതിൻ്റെ ആക്ച്വലി ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി ലെവൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കോംപ്ലിമെൻ്ററി ലോഞ്ചസ് കിട്ടുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് നോർമലി എയർപോർട്ട് ലോഞ്ച് എന്താ വെച്ചാൽ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ചസ് അറിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് അറിയാം ഓരോ ലോഞ്ച് ഉണ്ടായിരിക്കും നമുക്ക് അതായത് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്ന പോലെ ഒരു ഹൈ ക്ലാസ് വെയിറ്റിംഗ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ നമുക്ക് ആക്ച്വലി നമ്മളത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഇതുപോലെ കോംപ്ലിമെൻ്ററി ഫ്രീ ഉള്ള ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ₹1 കൊടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. ചിലത് നമുക്ക് ഇൻ്റർനാഷണൽ ഉപയോഗിക്കാം. ഇതിലൊക്കെ നമുക്ക് കൊല്ലത്തിൽ 4 ഡൊമസ്റ്റിക് ലോഞ്ചസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കുള്ളത് EMI ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ എല്ലാത്തിലും EMI ഫീച്ചർ ഉണ്ട്. അതാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് EMI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 2500 to 3000 അബോൾ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ് ടു 24 മന്ത് വരെ, അതായത് 2 കൊല്ലം വരെ നമുക്ക് EMI ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത് ഞാൻ ആക്ച്വലി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ.
നമുക്ക് ഡൈനിങ് ബെനിഫിറ്റ് നിങ്ങൾക്ക് അത് അറിയായിരിക്കും എന്ന് വെച്ചാൽ ആക്സിസ് ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അവരുടെ പാർട്ട്നേർഡ് ആയിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റിൽ നമുക്ക് 20% വരെ നമുക്ക് എന്താ പറയുക ഡിസ്കൗണ്ട്സും ക്യാഷ് ബാക്കും കിട്ടാനുള്ള ഓഫേഴ്സ് അവർ ഓൾറെഡി നമ്മുടെ കാർഡിലേക്ക് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നോർമലി ഇവരുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ ആക്ച്വലി ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് 18 above ആണ്. പക്ഷേ 18 above നോർമലി കിട്ടാറില്ല, ലിമിറ്റഡ് ആണ്. ഇത് 21 above ഒക്കെ ആയാൽ നിങ്ങൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ 740 മിനിമം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയിട്ടാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ബേസിസിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 710 720 above ഉള്ളവർക്കും കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും ഈ കാർഡായിട്ട് ഇത് ആക്ച്വലി മെയിൻ കാറ്റഗറി വരുന്നത് ക്യാഷ് ബാക്ക് കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ് കാർഡാണ്, അത് ഷോപ്പിംഗ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഷോപ്പിംഗ് അതുപോലെ തന്നെ നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ് അടങ്ങുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂട്ടിലിറ്റി ബിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും പേ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ മാസവും വരുന്നൊരു സംഭവമാണ്. റീചാർജസ്, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ചാർജസ്, ഇപ്പോൾ ബ്രോഡ്ബാൻഡ്, ഇപ്പോൾ എല്ലാവരും വേണ്ടിയിട്ട് ബ്രോഡ്ബാൻഡിൻ്റെ ചാർജസ്, ഇതൊക്കെ എല്ലാ മാസവും വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിൽ കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റുകൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ കാർഡ് ആയിക്കോട്ടെ, ക്യാഷ് ബാക്ക് കാർഡ് ആയിക്കോട്ടെ, ക്യാഷ് ബാക്ക് ആണ്. പക്ഷേ യൂട്ടിലിറ്റി ബിൽ അടയ്ക്കുമ്പോഴൊന്നും 5% കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ആമസോൺ കാർഡാണെങ്കിൽ ആമസോൺ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ അതിന് ബെനിഫിറ്റ് കിട്ടും ആമസോൺ ത്രൂ അടയ്ക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും എടുക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ എടുത്ത് വെക്കേണ്ട ഒരു കാർഡ് തന്നെയാണെന്നാണ് ഞാൻ പറയാം. പിന്നെ ലൈഫ് ടൈം ഫ്രീ അല്ലാന്ന് മാത്രമുള്ള ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് വേറെ പറയാനുള്ളൂ കേട്ടോ. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ കസ്റ്റമർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആവറേജ് വരുന്നതാണ്. പിന്നെ ഇവരുടെ ഒരു അപ്രൂവൽ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറവാണ്. പിന്നെ ഇവരുടെ ക്രൈറ്റീരിയ ആക്ച്വലി ഒരു ഫിക്സഡും കാര്യങ്ങളൊന്നുമല്ല. ചിലവർക്ക് ഒരു ഭയങ്കര സിബിൽ സ്കോർ കുറവാണെങ്കിലും കൊടുക്കും, ചിലവർക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ട് സാലറി ഉണ്ടെങ്കിൽ അവർ കൊടുക്കില്ല. അപ്പോൾ അത് ഡിപ്പെൻഡാണ്, നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ ശരിക്കും ആക്ച്വലി പറയാൻ പറ്റില്ല ആക്സിസ് ബാങ്കിൻ്റെ കാര്യം. നമ്മുടെ ചൈനീസ് പ്രോഡക്റ്റ് പോലെ ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ നിൽക്കില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ കാർഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ കാർഡ് നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ ഇത് റീസെൻ്റ്ലി ഇതിൻ്റെ ഭയങ്കര ബൾക്ക് ഓർഡേഴ്സ് അല്ലെങ്കിൽ ഒരു ബൾക്ക് ഡിമാൻഡ് വന്നതിന് ശേഷം കുറച്ച് കാലം മുമ്പ് ആക്സിസ് ബാങ്ക് ആക്ച്വലി ടെമ്പറലി നിർത്തി, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ടെമ്പറലി നിർത്തിയിട്ടാണ്. അപ്പോൾ അതിനൊരു റീസെൻ്റ്ലി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ കാർഡുകളുടെയും അപ്ലൈ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ പുതിയൊന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.